നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് രാത്രി ധനുഷ് എന്റെ അടുത്തുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ പുത്തനച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറയാനുള്ളതൊക്കെ അങ്ങ് പറയും. അപ്പോഴും നീ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് വന്നോണം. ഞാൻ പറയട്ടെ. ഹലോ ഹലോ, ആരെയോ പുറത്തുപോയി കാണാന്ന് പറഞ്ഞു. അത് ഞാൻ ഒറ്റയ്ക്കാവൂന്ന് കരുതിയാണേല് ധനുഷ് ഫ്രണ്ടിനെ കാണാൻ പോവാതിരിക്കണ്ട. ആരെയൊന്ന് വെച്ചാ പോയി കണ്ടിട്ട് വാ. നീ വാ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാനൊരു ആവശ്യത്തിനായി അവന്തിക മാഡത്തിനെ കാണാൻ വന്നതാ. ഇത് തന്നെയല്ലേ നിങ്ങൾ നേരത്തെയും പറഞ്ഞേ? എന്നിട്ട് ആ മാഡത്തിനെ കണ്ടല്ലോ, ഇനി പോയിക്കൂടെ? പോവാം. അതിനു മുമ്പ് അർച്ചന മാഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എന്നോട് എന്ത് കാര്യം പറയാൻ? അതൊക്കെ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട കാര്യോ, മറ്റാരെങ്കിലും കേട്ടാ ശരിയാവില്ല. അതാ, പ്ലീസ് അർച്ചന മാഡം ഒന്ന് പുറത്തേക്ക് വരണം. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. പ്ലീസ്. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? വേഗം പറയാം. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യം? അവരുടെ എന്ത് കാര്യം? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യം പറയാനുള്ളത്? അത് ഇവിടുത്തെ കുഞ്ഞ് നിത്യ, ആഹാ, നീ ഇവിടെ വന്നിക്കായിരുന്നോ? ഞാൻ കരുതി നീ പോയി കാണുന്നു. നിങ്ങൾ പറയാമെന്ന കാര്യം പറ. ഇവിടുത്തെ കുഞ്ഞിന് എന്താ നിത്യ, നിങ്ങള് വേറെന്തേലും കാര്യം പറയായിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നീ വാ. നിക്ക്. എന്നോട് പറയാമെന്ന കാര്യം ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് പോയാ മതി. അതൊക്കെ അവള് തിരികെ വന്നിട്ട് പറയൂ അർച്ചന. വേറൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ സഹോദരിയുടെ മോന്റെ കണ്ണോപ്പറേഷന്റെ കാര്യേ. വന്നേ പറയട്ടെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.